ഇറാൻ യുദ്ധം ഇപ്പോഴും ഒരു അയവുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ അവസാനിക്കുന്നുമില്ല, അമേരിക്ക വിജയിക്കുന്നുമില്ല. ഇതിങ്ങനെ തുറന്നു പോയാൽ എന്താവും അവസ്ഥ? ഇത് ഇതെനിക്ക് തോന്നുന്നില്ല അധിക നാൾ തുടർന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്കയ്ക്ക് ഇപ്പോൾ ലോക പോലീസുകാരനായിട്ട് നിന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഊരുക എന്നുള്ളൊരു ശ്രമത്തിലേക്ക് വന്നിരിക്കുക. മാത്രമല്ല, ഇപ്പം ട്രംപ് കാരണം അമേരിക്കക്കാർക്ക് തലയുമുണ്ടാകാൻ നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി എന്നുള്ളതാണ് ഇപ്പം ഡെമോക്രാറ്റുകളുടെ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കരമായ എതിർപ്പ് ട്രംപ് നേരിടുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവി, ആഭ്യന്തര സുരക്ഷാ മേധാവി, FBI മേധാവി, ഇവരെ ഇപ്പം FBI മേധാവിയൊക്കെ ഇപ്പം അവരെ ഇപ്പം പുറത്താക്കുന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അമേരിക്കൻ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവർ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. ആകെ ആഭ്യന്തരമായിട്ട് പോലും അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്കാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറാനെ വിരട്ടിക്കൊണ്ട് കാര്യങ്ങൾ സാധിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വീണ്ടും ഇന്ന് വൈകുന്നേരം അന്ത്യശാസനം അവസാനിക്കുന്നതാണ് പറഞ്ഞത്, അതായത് തിങ്കളാഴ്ച വൈകുന്നേരം വീണ്ടും ഒരു 24 മണിക്കൂർ കൊടുത്തു. ചൊവ്വാഴ്ചയ്ക്കകം ഹോർമോസ് തുറന്നു കൊടുത്തില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ഈ ലോക ചരിത്രത്തിൽ തന്നെ നമ്മൾ ഇപ്പം 2 ലോകമഹായുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്തൊക്കെ വച്ചിട്ട് വളരെ വ്യത്യസ്തമായ ഒരു അധ്യായമാണ് ഈ US ഇസ്രയേൽ ഇറാൻ വാർ എന്ന് പറയുന്നത്. ഇറാൻ അവർ വളരെ നേരത്തെ തന്നെ, എനിക്ക് തോന്നുന്നു ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു യുദ്ധം അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 4 ദശകങ്ങളായിട്ട് ഇങ്ങനെ ഒരു യുദ്ധത്തെ അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവർ സ്ട്രാറ്റജികൾ തയ്യാറാക്കിയിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്ട്രാറ്റജി ഇപ്പോൾ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ ഗംഭീരമായിട്ട് മാറിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പോൾ അവിടെ ഏറ്റവും ഒടുവിലുള്ള അവരുടെ ഡിക്ലറേഷൻ എന്ന് പറയുന്ന സംഗതി എന്താണ്? ഇപ്പം അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, ആദ്യം ട്രംപ് പറഞ്ഞു ഹോർമോസ് ആവശ്യമുള്ളവർക്ക് പോയി പിടിച്ചു കൊടുത്തോളാൻ പറഞ്ഞു, അല്ലേ? എണ്ണ ഞങ്ങൾക്ക് വേണ്ട. ആദ്യം അതുപോലെ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളെ, ബ്രിട്ടനെയൊക്കെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഹോർമോസ് അടിച്ച് തറക്കാം, നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞു. ബ്രിട്ടനും അതുപോലെ യൂറോപ്യൻ യൂണിയനും ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ പോയി എടുത്തോ, ഞാൻ എന്തായാലും ഹോർമോസിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. ഹോർമോസ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പറയുന്നു ഹോർമോസ് തുറന്നു കൊടുത്തില്ലെങ്കിൽ, ഈ ചൊവ്വാഴ്ച വൈകുന്നേരം തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാനിൽ നരകം പെയ്തിറങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പം ഗൾഫ് മേഖലയിൽ നരകം പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിലൂടെ. കുവൈറ്റ് ആൾമോസ്റ്റ് എല്ലാം അവരുടെ പ്രധാനപ്പെട്ട എയർപോർട്ട് ഒരു കാരണവശാലും ഇനി പുതിയത് പണിയാതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഏവിയേഷൻ ഫ്യൂവൽ ടാങ്ക് ഉൾപ്പെടെ സകല സാധനങ്ങളും തകർത്ത് കളഞ്ഞു. അതേപോലെ തന്നെ അവരുടെ മേജർ പവർ പ്ലാന്റ് എന്ന് പറയുമ്പം, ഒരു പവർ പ്ലാന്റ് തകർത്ത് കഴിഞ്ഞാൽ അവിടെ കുടിവെള്ളവും കൂടെയാണ് നഷ്ടപ്പെടുന്നത്. കാര്യം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും ഡീസാലിനേഷനും, കടൽ വെള്ളം കുടിവെള്ളമാക്കുന്നതും ഒരേ പ്രോജക്റ്റിൽ കൂടെയാണ്. അപ്പം കുവൈറ്റിന് റീബിൽഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അവിടെ ആൾറെഡി നരകമായി കഴിഞ്ഞു. അതേപോലെ UAE എന്നുള്ള യഥാർത്ഥ വാർത്തകളും നമ്മൾ ഇപ്പോഴും കിട്ടുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ അവിടെ UAE ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അപ്പോൾ അവരും പറയുന്നുണ്ട് എത്ര ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് വന്ന് വീണു, എത്ര ഡ്രോണുകൾ വന്നു എന്നെല്ലാം UAE തന്നെ പുറത്ത് കണക്ക് വിടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസവും ഈ പറഞ്ഞ പോലെ 23 ബാലിസ്റ്റിക് മിസൈലുകളും അതേപോലെ എത്രയോ ഡ്രോണുകളും UAE വന്ന് വീണു. പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ഡെബ്രി വേണ്ടി, അവശിഷ്ടങ്ങൾ വീണിട്ട് അപകടങ്ങളുണ്ടാവുന്നു. അപ്പോൾ ഇതിങ്ങനെ ഗൾഫ് മേഖല കംപ്ലീറ്റ് ഇപ്പം തന്നെ ഒരു നരകതുല്യമായ ഒരു അവസ്ഥ വന്നു. അതേപോലെ അമേരിക്കയുടെ വിമാനങ്ങൾ അവർ വെടിവെച്ചിടുന്നു. എന്തായാലും പിന്നെ അമേരിക്കയിലെ 2 വൈമാനികരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അമേരിക്കയുടെ നേട്ടവും കൂടെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാൻ വാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഈ ഇറാൻ അവരുടെ നിലപാട്, അടുത്ത സ്ട്രാറ്റജി അവർ പുറത്തെടുത്തു എന്നുള്ളതാണ്. അതാണ് ഇനി ജിയോ പൊളിറ്റിക്സിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒരു ഘടകം. അതായത് ഇറാൻ പറഞ്ഞേക്കുന്ന അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കപ്പലുകൾ ഒഴികെ ബാക്കിയെല്ലാം ഇതുവഴി കടന്നു പോകട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബാക്കി ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ ഹോർമോസ് വഴി പോകാൻ അനുവദിക്കത്തില്ല. അപ്പോൾ അവിടെ ശത്രുക്കളും മിത്രങ്ങളുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ 40 യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ 40 പേര് ഒന്നിച്ചിരുന്ന് ഈ വിഷയത്തിൽ തീരുമാനമെടുത്തു. കാരണം അവരുടെ എണ്ണയുടെ വില ഡോളറിന് 200 ആയപ്പോഴാണ് അവർ ഒന്നിച്ചു ചേർന്ന് തീരുമാനമെടുത്തത്. എന്നിട്ട് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് മാക്രോണിനെ ഏൽപ്പിക്കുകയും ചെയ്തു.
ഇത് സംഭാഷണത്തിലൂടെ പരിഹരിക്കാനായിട്ട്. അതെ. അതിനുശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ വരുന്ന സംഗതി. അപ്പോൾ ഇപ്പം ഇറാൻ വളരെ വ്യക്തമായിട്ട് അവിടെയാണ് അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അവരുടെ ഈ സ്ട്രാറ്റജിയിലാണെങ്കിലും നിലപാടുകളാണെങ്കിലും വളരെ വ്യക്തമായിട്ട് മുൻകൂർ അവർ അറിയിക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾ തകർക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്രയേലിനെ തുടച്ചു നിൽക്കുമെന്ന് പറയുന്നത്. ഏതാണ്ട് ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇറാൻ. അപ്പോൾ ഇപ്പം ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും വാഹനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കപ്പലുകൾക്കും പോകാമെന്ന് വരുമ്പോൾ ബാക്കി എല്ലാ രാജ്യങ്ങളും ഇറാൻ്റെ സൗഹൃദ രാജ്യങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് അവരനുഭവിച്ച ലോകത്ത് ഒറ്റപ്പെട്ട ഈ സാങ്ഷൻസ് കൊണ്ട്, ഉപരോധം കൊണ്ട്, സാമ്പത്തിക ഉപരോധം കൊണ്ട് അനുഭവിച്ച സകല ബുദ്ധിമുട്ടുകളും ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അവർക്കത് മേക്കപ്പ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് കിടക്കും. കാര്യം അത്രയ്ക്ക് ഓയിൽ റിസർവ് അവിടെയുണ്ട്. അപ്പോൾ അതവർക്ക് വിപണനം ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ ലോകക്രമത്തിലേക്ക് ഈ ഇറാൻ വാറ് ലോകരാജ്യങ്ങളെ കൊണ്ടുവരുന്നു. അവിടെ നാം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അമേരിക്കയും ഇസ്രയേലും. അമേരിക്ക ഇന്ന് ലോകരാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാത്തിനും അവസാന വാക്കെന്ന് പറഞ്ഞിട്ടിരുന്ന അമേരിക്ക ഒറ്റപ്പെടുകയും മറ്റ് രാഷ്ട്രങ്ങൾ എല്ലാം ഒന്നിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്. ഇപ്പോൾ ഈ ഒന്നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകെട്ടെന്നുള്ള പഴയ അവസ്ഥയെ കാണരുത്. ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളുടെയും താല്പര്യത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് അവരുമായിട്ടുള്ള നിലവിലുള്ള രാജ്യങ്ങളുമായിട്ട് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിച്ച് നീങ്ങുക എന്നുള്ളൊരു പുതിയ ഒരു രീതിയിലേക്കാണ് ഈ വർത്തമാനകാല ജിയോ പൊളിറ്റിക്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയൊക്കെ അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. നമ്മളിപ്പം മൾട്ടി അലൈൻമെൻ്റാണ് നമ്മളുടെ ഈ പോളിസി എന്ന് പറയുന്നത്. നമ്മൾ ഒരേ സമയം ഇറാനുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു, ഇറാൻ്റെ സുഹൃത്താണ്, അതോടൊപ്പം തന്നെ GCC കൺട്രികളുടെ സുഹൃത്താണ്. ഇത് രണ്ടും നമ്മുടെ താല്പര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഓയിലും ഗ്യാസും ഇവിടെ എത്തേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ 1 കോടി ഇന്ത്യക്കാർ GCC രാജ്യങ്ങളിലുണ്ട്. അതോടൊപ്പം അമേരിക്കയുമായിട്ട് നമ്മൾ നല്ല ബന്ധം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ അതുപോലെ ചൈനയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഗാൽവൻ ഇഷ്യൂസ് എല്ലാം അവിടെ, അതിർത്തിയിലുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ചൈനയായിട്ട് ഇപ്പം നമ്മൾ സൗഹൃദ തലത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചൈന, റഷ്യ എല്ലാവരോടും സൗഹൃദമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൾട്ടി അലൈൻമെൻറ്റ്, ഒരു പുതിയ ജിയോ പൊളിറ്റിക്സിൽ അതിനകത്ത് ഇറാൻ നേടിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു നേട്ടവും മാത്രമല്ല പുതിയൊരു വേൾഡ് ഓർഡറിലേക്ക് ഈ സംഗതിയെ കൊണ്ടുപോവുകയാണ്. ആ വേൾഡ് ഓർഡറിനകത്ത് നിന്ന് അമേരിക്ക ദയനീയമായി സ്വാഭാവികമായിട്ട് പുറത്താകുന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കൻ ജനതയ്ക്ക് മനസ്സിലായിരിക്കുന്നു. കാരണം അമേരിക്കയ്ക്ക് ഇനി ഒരിക്കലും അമേരിക്കയ്ക്ക് നേരത്തെ ട്രംപ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു വിശ്വാസ്യത ഒരിക്കലും ഇനി നേടാനും പറ്റത്തില്ല. കാര്യം അമേരിക്കൻ പൊളിറ്റിക്സിൻ്റെ ഒരു സ്വഭാവം മറ്റ് രാഷ്ട്രങ്ങൾക്കും മറ്റു ലോക ജനതയ്ക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധത്തിനകത്ത് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഇറാനാണ്. ഇപ്പോഴും അവർ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കുക. അവർ ട്രംപ് വിചാരിച്ചു 4 ദിവസത്തിനുള്ളിൽ യുദ്ധം നീളില്ല എന്ന് വിചാരിച്ചു. കാര്യം കഴിഞ്ഞ 40 വർഷമായിട്ട് യാതൊരു ഗതിയില്ല നടക്കുന്ന രാജ്യമാണ്, അല്ലേ? പിന്നെ സാമ്പത്തികമായിട്ട് $1 എന്ന് വെച്ചാൽ എത്ര, 14 ലക്ഷം റിയാലാണ്, ഇറാൻ റിയാലാണ്. അപ്പോൾ അത്ര നാണയപ്പെരുപ്പം നേരിടുന്ന രാജ്യം, വികസനം മുരടിപ്പ് നേരിടുന്ന രാജ്യം, യുവാക്കൾക്കും യുവതികൾക്കും പുതിയ സാധ്യതകളില്ലാത്തത്, അതിൽ വളരെ തീവ്ര മത സ്വഭാവമുള്ള സമൂഹം. എന്നിട്ട് അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിനെ പെട്ടെന്ന് അടിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടാണ് അമേരിക്ക വരുന്നത്. പക്ഷെ അത് സാധ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ്റെ ഈ ഒരു വളരെ തന്ത്രപരമായ യുദ്ധത്തിൽ, ഉദാഹരണത്തിന് ഈ അമേരിക്കയുടെ എല്ലാം കാൽക്കുലേഷൻ വെച്ച് അമേരിക്ക കരുതിയിരുന്നത് ഒരാളുടെ തല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇറാൻ ഭരണകൂടത്തിൻ്റെ തല വെട്ടുക, അതായിരുന്നു സ്ട്രാറ്റജി. അത് വെട്ടുകയും ചെയ്തു വരും. ഖമേനിയെ കൊന്നു, 40ഓളം മേധാവികൾ, പല സൈനികർ ഉൾപ്പെടെയുള്ള സേനയുടെ ഉൾപ്പെടെയുള്ള മേധാവികളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിരവധി നേതാക്കന്മാരെ കൊന്നു. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഇറാൻ്റെ പ്രഹരത്തിൻ്റെ ശക്തി കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പം ഇറാൻ്റെ ഏറ്റവും ഇൻറ്റൻസീവായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ബേസുകളുടെ നേർക്കുള്ള ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അത് പിന്നെ സൗദി അറേബ്യയിലാണെങ്കിലും അതോടൊപ്പം തന്നെ മാത്രമല്ല ഇത് ഈ ഇറാൻ്റെ സകല നാവികശേഷിയും അതുപോലെ തന്നെ വ്യോമശേഷിയും തകർത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ അമേരിക്കയുടെ എത്ര പിന്നെ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ അവർ വെടിവെച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇവർ തകർന്നു എന്ന് വിചാരിച്ച ഇറാനാണ്. ഇറാൻ്റെ അടിയിലാണ് ഇപ്പോൾ അമേരിക്ക കിടന്ന് പുറത്ത് വരാനും പറ്റുന്നില്ല, തോറ്റു എന്ന് സമ്മതിക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇപ്പോൾ ട്രംപ് കിടന്ന് പെടയുകയാണ് സാർ. ഇപ്പോൾ നാളെ വൈകുന്നേരത്തെ ഉദാഹരണത്തിന് ചൊവ്വാഴ്ച വൈകുന്നേരത്തുള്ളൊരു അൾട്ടിമേറ്റം അത് കൊടുത്തിട്ടുണ്ട് ട്രംപ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നിൽ ട്രംപ് വിളിച്ചു പറയും ഞങ്ങൾ ഭയങ്കര വിജയം നേടി എന്ന് പറഞ്ഞിട്ട് ഒന്നീ പിൻവാങ്ങും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം 2-3 ദിവസത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ആഭ്യന്തരമായിട്ടും ട്രംപിന് പിടിച്ചു നിൽക്കാൻ വയ്യാത്തത് കൊണ്ട്. പക്ഷേ രണ്ടായാലും ഈ ഒരു യുദ്ധം കൊണ്ട് ഇറാൻ വൻ നേട്ടം കൊയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.